കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയമെൻഷൻസും അതിൻ്റെ ആപ്ലിക്കേഷൻസുമായിരുന്നു പഠിച്ചത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആപ്ലിക്കേഷൻ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഗിവൺ ഇക്വേഷൻ ആയിരുന്നു. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് എങ്കിൽ ഡയമെൻഷൻ അനാലിസിസ് വെച്ചിട്ട് എങ്ങനെ ആ ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന ഒരു പ്രിൻസിപ്പിളും നമ്മൾ പഠിച്ചിരുന്നു. അത് വെച്ചായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എന്നും പഠിച്ചിരുന്നത്. ഈ ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ കാണാം. ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നമുക്ക് കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട് എങ്കിൽ അവ തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് കൂടെ കാണാൻ പറ്റും. ഈ ഡയമെൻഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അതിൽ നമുക്ക് തന്നിരിക്കുക ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ബാക്കിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നായിരിക്കും തന്നിരിക്കുക. നമ്മൾ അതിൽ ചെയ്യേണ്ടത് ആ റിലേഷൻ ഉണ്ടാക്കുന്നത് പ്രൊഡക്ട്സ് ആയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. സപ്പോസ് നമുക്ക് ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്. സിമ്പിൾ പെൻഡുലം എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത്, മാസ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നിങ്ങനെയുള്ള കുറച്ച് ക്വാണ്ടിറ്റീസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് തന്നിരിക്കുന്നു. എങ്കിൽ ആ റിലേഷൻ എങ്ങനെ റിലേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലം വെച്ചിട്ടാണ് ആ ഡിസ്കഷൻ നടത്തുന്നത്. ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തുണ്ടാക്കുന്നത് നമ്മൾ പ്രോബ്ലം വെച്ചിട്ടാണ്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം അസ്യൂമിങ് ദാറ്റ് ഇറ്റ് മേ ഡിപ്പെൻഡ് അപ്പോൺ മാസ് ഓഫ് ദി ബോബ്, ലെങ്ത് ഓഫ് ദി പെൻഡുലം ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ പ്ലേസ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു സിമ്പിൾ പെൻഡുലുണ്ട്. അതിൻ്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ 3 ക്വാണ്ടിറ്റീസ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മാസ് ഓഫ് ദി ബോബ് എന്ന് പറയുന്നത് ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ അറ്റത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു മെറ്റൽ ബോഡി ആയിരിക്കും. സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും. അതാണ് ആ മെറ്റൽ ബോബ്. ദെൻ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മാസ് ഓഫ് ദി ബോബിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ അവർ പറയുന്നത് ലെങ്ത് ഓഫ് ദി പെൻഡുലം ആണ്. ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത് നമുക്ക് ഈ സിമ്പിൾ പെൻഡുലത്തിൽ ലെങ്ത് മാറ്റിയെടുക്കാവുന്നതാണ്. ദെൻ ഒരു ത്രെഡിലായിരിക്കും അത് ആ മാസ് ഓഫ് ദി ബോബ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ അതിൻ്റെ ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്ന ആ ത്രെഡിൻ്റെയും പിന്നെ ആ ബോബിൻ്റെ സെൻറ്റർ വരെയുള്ളതായിരിക്കും അതിൻ്റെ ലെങ്ത്. പിന്നെ തേർഡ് ക്വാണ്ടിറ്റി പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. നമ്മൾക്കറിയാവുന്നതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ് എന്നുള്ളത്. ഓക്കെ, നമുക്കിനി ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ടൈം പീരീഡ്. നമ്മൾ ടൈം പീരീഡ് ക്യാപിറ്റൽ T എന്ന് എടുത്തു. ഇനി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 3 ക്വാണ്ടിറ്റീസ് ആണ്, നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, മാസ് ഓഫ് ദി ബോബ്, നമ്മൾ സ്മോൾ ലെറ്റർ M എടുത്തു. ഇനി നെക്സ്റ്റ് ലെങ്ത് ഓഫ് ദി സിമ്പിൾ പെൻഡുലം ആൻഡ് തേർഡ് വൺ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി യൂഷ്വലി നമുക്കറിയാം, അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ G ആണ്. ദെൻ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇവിടെ നമ്മൾ സ്മോൾ ലെറ്റർ L വെച്ച് ഡിനോട്ട് ചെയ്തു. ഇനി ഈ 4 ക്വാണ്ടിറ്റീസും വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ. സോ റിലേഷൻ നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് ഈ 4 വെച്ച് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുവാണ്. ദെൻ ഫസ്റ്റ് നമ്മൾ നോക്കി ഏതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടൈം പീരീഡ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഈ ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും, അതായത് മാസ്, ലെങ്ത്, ആക്സലറേഷൻ ടു ഗ്രാവിറ്റി, ഇതെല്ലാം പ്രൊഡക്റ്റായിട്ട് എടുക്കുക. പ്രൊഡക്റ്റായി എടുത്തിട്ട് ഇതിന് എല്ലാം നമുക്ക് വേണ്ടത് നമ്മുടെ ഡയമെൻഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. സോ ഡയമെൻഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു മാസ്, ലെങ്ത്, ടൈം, ഇതിൻ്റെ മൂന്നിൻ്റെയും ക്യാപിറ്റൽ M,
എൽ ടി. ഇത് മൂന്നും എടുത്താണ് നമ്മൾ ഇത് റിലേഷൻ ഡിറൈവ് ചെയ്യുന്നത്. സോ നമുക്ക് മാസ്, ലെങ്ത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇത് എങ്ങനെ ഉണ്ട് എന്നറിയില്ല. സോ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ന് പറയും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏതിനൊക്കെ? മാസ്, ലെങ്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ബട്ട് ഇതിൽ എത്ര മാസ് ഉണ്ട്, എത്ര ലെങ്ത് ഉണ്ട്, എത്ര ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടെന്ന് അറിയില്ല. സോ അതിനു വേണ്ടി നമ്മൾ ഇതിനെല്ലാം പവേഴ്സ് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് പവർ നമ്മൾ എക്സ്, വൈ, ഇസഡ് എന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നു. നമുക്ക് എങ്ങനെ വേണേലും ഇടാം. ഞാൻ ജസ്റ്റ് ഇവിടെ എം എൽ ജി എന്ന് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൽ ജി എം എന്ന് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതിന് ഓർഡർ മാറിയാലും കുഴപ്പമില്ല. ദെൻ എം റേസ് ടു എക്സ്, എൽ റേസ് ടു വൈ, ജി റേസ് ടു ഇസഡ് എന്ന് എഴുതി. ഈ ടൈം പീരീഡ് ടി ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ടൈം പീരീഡ് ടി എന്നുള്ളത് നമുക്കറിയാം. ടൈം അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. മാസും ലെങ്തും അതിൽ ഇല്ല. സോ നമ്മൾ അതിൻ്റെ പവേഴ്സ് എഴുതുക. നെക്സ്റ്റ് ദെൻ എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1 എന്ന് എഴുതി. ഇനി ഇത് ഡയമെൻഷൻ ഫോർമുലയാണെന്നറിയാം. സോ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കണം. ഇനി ഇവിടെ നമ്മുടെ കയ്യിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന സിമ്പിളുണ്ട്. ആ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സിമ്പിൾ നമ്മൾ ചെയ്യേണ്ടത് ഈക്വൽ സിമ്പിൾ വെച്ചിട്ട് മാറ്റണം. ഈക്വൽ സിമ്പിൾ സാധാരണ ചെയ്യുന്ന ഈക്വൽ സിമ്പിൾ വെച്ച് നമ്മൾ മാറ്റും. കൂടാതെ റൈറ്റ് സൈഡ് നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സിമ്പിൾ നമുക്ക് മാറ്റാൻ, ഈക്വൽ സിമ്പിൾ വെച്ച് മാറ്റാൻ നമ്മൾ ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ എടുക്കാം. ഒരു ജസ്റ്റ് കെ എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ഞാൻ എടുക്കുന്നു. കെ എടുത്തു. ദെൻ കാരണം ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ഇവിടെ എന്തെങ്കിലും ഒരു വാല്യൂ ചിലപ്പോൾ ഉണ്ടാവാം, നമുക്കറിയില്ല എന്താണ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ചിലപ്പോൾ ഇത് 1 ആവാം. ദെൻ കെ. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എം എന്ന് പറയുന്നത് മാസ്സാണെന്നറിയാം. മാസ്സിന് നമുക്ക് എം റേസ് ടു 1 ഇട്ട് കൊടുത്തു. അതിന് ലെങ്ത് ഇല്ല, ടൈം ഇല്ല, രണ്ടും 0 ഇട്ട് കൊടുത്തു. ദെൻ റേസ് ടു എക്സ് ആണ്. റേസ് ടു എക്സ് ഇട്ടു. ദെൻ നെക്സ്റ്റ് ലെങ്ത്. ലെങ്തിൽ മാസ് ഇല്ല, ടൈം ഇല്ല. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എം റേസ് ടു 0, എൽ റേസ് ടു 1, എം റേസ് ടു 0, എൽ റേസ് ടു 1, ടി റേസ് ടു 0, ഓൾ റേസ് ടു വൈ എന്നെഴുതി. ഇൻറ്റു ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ്റെ തന്നെ ഡയമെൻഷൻ ഫോർമുലയാണ്. സോ ആക്സിലറേഷൻ ഡയമെൻഷൻ ഫോർമുല നമുക്കറിയാം. എൽ ടി റേസ് ടു -2 ആണ്. സോ അവിടെ എമ്മിന് പവറില്ല. എൻ റേസ് ടു 0, എം റേസ് ടു 0 ഇട്ടു. ദെൻ എൽ ടി റേസ് ടു -2. ദെൻ അതിന് ഇസഡ് എന്നുള്ള ഒരു പവർ ഉണ്ട്. സോ ആ പവർ ഇട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യണം. ദെൻ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്നത് എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1 എന്ന് കിട്ടി. ഈക്വൽ ടു കെ ഇൻറ്റു. ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെയുള്ള നമുക്ക് എം റേസ് ടു 1 ഉണ്ട്, ഓൾ ടു ദ പവർ എക്സ് ഉണ്ട്. സോ അതെന്തായി? എം റേസ് ടു എക്സ് ആയി. നമുക്കറിയാതെ എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. ഇവിടെ എൽ റേസ് ടു 0 ഉണ്ട്, റേസ് ടു എക്സ്. എൽ റേസ് ടു 0 ഇൻറ്റു എക്സ് എന്നറിയാം, 0 ആണ്. സോ അവിടെ എന്തായി? എൽ റേസ് ടു 0 തന്നെ കിട്ടി. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടി റേസ് ടു 0 ഇൻറ്റു എക്സ്. ടി റേസ് ടു 0 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ടി റേസ് ടു 0 ആണ്. ദെൻ ഇൻറ്റു ഇവിടെ എം റേസ് ടു 0 ഓൾ ടു ദ പവർ വൈ ആണ്, ദാറ്റ് ഈസ് 0 വന്നു. നെക്സ്റ്റ് എൽ റേസ് ടു 1 ഓൾ ടു ദ പവർ വൈ ആണ്, ദാറ്റ് ഈസ് എൽ റേസ് ടു വൈ കിട്ടി. എൽ റേസ് ടു വൈ. ടി റേസ് ടു 0 ഓൾ ടു ദ പവർ വൈ ആണ്, ദാറ്റ് ഈസ് ടി റേസ് ടു 0 വരും. സോ നമുക്കത് എഴുതണ്ട. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എം റേസ് ടു 0. എം റേസ് ടു 0 ഇൻറ്റു ഇസഡ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. ദെൻ നെക്സ്റ്റ് എൽ ഉണ്ട്, എൽ ടു ദ പവർ 1 ആണ്, ഓൾ ടു ദ പവർ ഇസഡ് ആണ്, ദാറ്റ് ഈസ് എൽ റേസ് ടു ഇസഡ് കിട്ടി. ദെൻ എൽ റേസ് ടു ഇസഡ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടി റേസ് ടു -2 ഉണ്ട്. സോ ടി റേസ് ടു -2 ഓൾ ടു ദ പവർ ഇസഡ്, ദാറ്റ് ഈസ് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ. എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ, ദാറ്റ് ഈസ് വി ഗെറ്റ് ടി റേസ് ടു -2 ഇസഡ് എന്ന്
കിട്ടും. t⁻²z കിട്ടി. ഓക്കെ, നമുക്കിവിടെ റൈറ്റ് സൈഡിൽ എമ്മിൻ്റെ എല്ലിൻ്റെയും ടിയുടെ ക്വാണ്ടിറ്റീസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? അത് വീണ്ടും കമ്പൈൻ ചെയ്യുക. ദെൻ ഇവിടെ m⁻⁴, l⁻⁴, t⁻1 ആണ് ലെഫ്റ്റ് സൈഡിൽ ഈക്വൽ ടു k ഇൻറ്റു ഇവിടെ m⁻x ഉണ്ട്. ഇവിടെ മൂന്നിലും ഉള്ളതിൽ ഇവിടെ മാത്രമേ m⁻x ഉള്ളൂ. ബാക്കി രണ്ട് ടേമിൽ m ഇല്ല. ദാറ്റ് ഈസ് നമുക്ക് എഴുതാൻ പറ്റും m⁻x എന്ന് ഇവിടെ എഴുതി. ദെൻ ഇവിടെ l⁻⁴ ആണ്, ഇവിടെ l⁻y ആണ്, ഇവിടെ l⁻z ഉണ്ട്. ദാറ്റ് ഈസ് l⁻, രണ്ടും കൂടെ ആകുമ്പോൾ നമുക്കറിയാം a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m+n ആണ്. ദാറ്റ് ഈസ് l⁻y+z കിട്ടി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇവിടെ t⁻0 ആണ്, ഇതിലും t⁻0 ആയിരുന്നു, ഇവിടെ t⁻−2z, t⁻−2z എന്ന് കിട്ടി. ഇത്രയുമാണ് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. m⁻0, l⁻0, t⁻1 ഈക്വൽ ടു k m⁻x, l⁻y+z, t⁻−2z. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് എല്ലാം MLT റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും MLTയുടെ മാത്രം ടേംസിൽ വന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ പവേഴ്സ് കമ്പയർ ചെയ്യണം. ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ എമ്മിൻ്റെ പവർ 0 ആണ്, എല്ലിൻ്റെ പവർ 0 ആണ്, ടിയുടെ പവർ 1 ആണ്. ഇനി റൈറ്റ് സൈഡിൽ എമ്മിൻ്റെ പവർ x, l, y+z, t⁻2z. ഇനി ഇതിൻ്റെ പവേഴ്സ് എല്ലാം കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സെയിം ഡയമെൻഷൻ മാത്രമേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. സെയിം ഡയമെൻഷൻ മാത്രം കമ്പയർ ചെയ്യുന്നു, അതിൻ്റെ പവേഴ്സ് കമ്പയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് എമ്മിൻ്റെ പവർ ഫസ്റ്റ് കമ്പയർ ചെയ്യാം. ഇവിടെ m⁻x ഉണ്ട്, ഇവിടെ m⁻0 ആണ്. ദാറ്റ് മീൻസ് കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇടുക, x = 0 എന്ന് കിട്ടി. x = 0. ഇനി നെക്സ്റ്റ് വൺ എല്ലിൻ്റെ പവർ റൈറ്റ് സൈഡിൽ y+z ആണ്, ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. ദാറ്റ് ഈസ് നമുക്ക് എഴുതാൻ പറ്റും y+z = 0 എന്ന് എഴുതാൻ പറ്റും. y+z = 0 കാരണം ലെഫ്റ്റ് സൈഡിൽ എല്ലിൻ്റെ പവർ 0 ആണ്. ഇനി നെക്സ്റ്റ് വൺ റൈറ്റ് സൈഡിൽ t⁻−2z എന്നുണ്ട്. t⁻−2z അതാണ് ടിയുടെ പവർ. ദെൻ ലെഫ്റ്റ് സൈഡിൽ ടിയുടെ പവർ 1 ആണ്. ദെൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ പവർ -2z ഈ 1ഉം കൂടെ കമ്പയർ ചെയ്യുക. ദാറ്റ് ഈസ് വി ഗെറ്റ് -2z = 1 എന്ന് കിട്ടും. ദെൻ പവേഴ്സ് എല്ലാം കമ്പയർ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഏതൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഏത് ക്വാണ്ടിറ്റി ആണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതെടുത്തു. സോ ടി എന്നുള്ള ക്വാണ്ടിറ്റി ആണ് ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് ഡിപ്പെൻഡ് ചെയ്തു. സോ അത് ലെഫ്റ്റ് സൈഡിൽ എഴുതി. ദെൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തു? എമ്മിനെ, എല്ലിനെ, ജിയെ. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതി. കൂടാതെ അതിന് എത്ര എണ്ണം ഉണ്ട്, ഹൗ ആൻഡ് വിച്ച് എന്നാണ്. ഇതിന് എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്കറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? MLGക്ക് x, y, z എന്നിങ്ങനെ പവേഴ്സ് കൊടുത്തു. അതിന് ശേഷം എന്ത് ചെയ്യണം? ഇതിൻ്റെ എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് എഴുതുക. ഡയമെൻഷൻസ് എഴുതി അതിന് കൂടാതെ പവേഴ്സും ഉണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യണം? അതിൻ്റെ പവേഴ്സ് ടേമിൽ അതിനെ എഴുതുക. എക്സിൻ്റെ, വൈയുടെയും ഇസഡിൻ്റെയും പവേഴ്സിൽ അതിലെഴുതി. നെക്സ്റ്റ് എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യുക. MLT ഇത് മൂന്നും എല്ലാ ടേംസിലും ഉണ്ടാവും. സോ അത് എഴുതി. നെക്സ്റ്റ് എന്ത് ചെയ്തു? ഇതിൻ്റെ പവേഴ്സ് നമുക്ക് കമ്പയർ ചെയ്യണം. സോ അതിനു വേണ്ടി എന്ത് ചെയ്യണം? സെയിം ഡയമെൻഷൻ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. സോ എമ്മിൻ്റെ പവറും എല്ലിൻ്റെ പവറും ടിയുടെ പവർ മാത്രമേ കമ്പയർ ചെയ്യാവുള്ളൂ. സോ നമുക്ക് എമ്മിൻ്റെ പവർ കമ്പയർ ചെയ്യുമ്പം x = 0 കിട്ടും. എല്ലിൻ്റെ പവർ കമ്പയർ ചെയ്യുമ്പോൾ y+z = 0 എന്ന് കിട്ടും. അതിൻ്റെ ടിയുടെ പവർ കമ്പയർ ചെയ്യുമ്പോൾ -2z = 1 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ x, y, zൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ MLG എങ്ങനെയാണ് ഈ ടിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് കിട്ടിയ x, y, z എല്ലാം പവേഴ്സ് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി x = 0,
y plus z equal to 0 and minus 2z equal to 1 ആണ് കിട്ടിയത്. ഓക്കെ, ഇവിടെ തന്നെയുണ്ട് x equal to 0 എന്ന് കിട്ടിയിട്ടുണ്ട്. x equal to 0, ഓക്കെ, x equal to 0 ആണെങ്കിൽ അവിടെ കിടക്കട്ടെ, ബാക്കി നമുക്ക് എടുക്കാം. y plus z equal to 0 ആണ്, ഇവിടെ minus 2z equal to 1 ആണ്. ഓക്കെ, നമുക്കിവിടെ y plus z equal to 0യിൽ വൈയുടെ ഇസഡിൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നെക്സ്റ്റ് ഇവിടെ minus 2z equal to 1 ഉണ്ട്. സോ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് minus 2z equal to 1 കിട്ടി. minus 2z equal to 1 ആണ് എങ്കിൽ z equal to എന്ത് വരും, z equal to minus 1/2 എന്ന് കിട്ടി. ഇനി z equal to minus 1/2 ആണ് എങ്കിൽ ഇത് നമുക്ക് y plus z equal to 0 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് z equal to minus 1/2 ഇവിടെ കൊടുത്തു. ദാറ്റ് ഈസ് y plus minus 1/2 equal to 0 എന്ന് കിട്ടി. ഓർ y equal to എന്ത് കിട്ടും, 1/2 എന്ന് കിട്ടും. y plus minus 1/2 equal to 0 or y equal to 1/2 എന്ന് കിട്ടി. ഓക്കെ, z equal to minus 1/2, y equal to 1/2 and x equal to 0 എന്നാണ്. ഓക്കെ, നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് t equal to k m raised to x l raised to y g raised to z എന്നാണ്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ എക്സ് വൈ ഇസഡിൻ്റെ പവേഴ്സ് നമ്മൾക്ക് സോൾവ് ചെയ്ത് കിട്ടി. ഇനി ഈ എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് വി ഗെറ്റ് ടി ഈക്വൽ ടു കെ ഇൻറ്റു കെ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, എം റേസ് ടു എക്സ്, ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ എന്താ, 0 ആണ്. ദാറ്റ് മീൻസ് മാസ് ഓഫ് ദി ബോബിനെ ഈ ടൈം പീരീഡ് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. എക്സ് ഈക്വൽ ടു 0 ആണ്, ദാറ്റ് ഈസ് എം റേസ് ടു 0 എന്ന് കിട്ടും. മാസ് ഓഫ് ദി ബോബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ നമുക്കത് അവിടെ എഴുതേണ്ട കാര്യമില്ല. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൽ ആണ്. എൽ ഇല്ല, നമ്മളിൻ്റെ പവർ വൈ ആണ് വരുന്നത്. y equal to 1/2 ആണ്. ദാറ്റ് ഈസ് വി ഗെറ്റ് l raised to 1/2 എന്ന് കിട്ടും. ആൻഡ് സെയിം വേ g raised to minus 1/2 എന്ന് കിട്ടും. കാരണം z equal to എന്താ, minus 1/2 ആണ് കിട്ടിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു ഇവിടെ l raised to 1/2, l raised to 1/2 എന്ന് പറയുന്ന റൂട്ട് l ആണ്. x raised to 1/2 എന്ന് പറയുന്ന റൂട്ട് x ആണ്. x raised to 1/2 equal to റൂട്ട് x ആണ് വരുന്നത്. ദെൻ x raised to minus 1/2 എന്ത് വരും, x raised to 1/2 റൂട്ട് x ആണ് എങ്കിൽ x raised to minus 1/2 എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/√x ആയിരിക്കും വരിക. ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. x raised to 1/2 equal to റൂട്ട് x, x raised to minus 1/2 equal to 1/√x ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1/2 ഈ minus 1/2 നമുക്ക് റൂട്ടിൻ്റെ ഫോമിൽ എഴുതാം. ദാറ്റ് ഈസ് വി ഗെറ്റ് t ഈക്വൽ ടു k ഇൻറ്റു റൂട്ട് എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ജി എന്ന് കിട്ടും. റൂട്ട് എൽ ബൈ റൂട്ട് ജി, റൂട്ട് എൽ ബൈ റൂട്ട് ജി എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്നിൽ തന്നെയാണുള്ളത്. ദാറ്റ് ഈസ് കെ ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് കിട്ടി. ടി ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇനി ഇവിടെ ഒരു കെ എന്നുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ കോൺസ്റ്റൻ്റ് വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ മാത്രം നമ്മൾ എഴുതിയാൽ മതി. അല്ല എങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ദെൻ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് അറിയാം. ഇനി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് കിട്ടി. ഇനി ഈ കെയുടെ വാല്യൂ അറിയാമെങ്കിൽ നമുക്കത് അവിടെ എഴുതാം. എനിക്കിപ്പോൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ എഴുതുന്നു. ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. ഈ കെയുടെ വാല്യൂ 2π ആണ്. ദെൻ ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് റിലേഷൻ ഡിറൈവ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ റിലേഷൻ കിട്ടി. ടി ഇസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. അതായത് റൂട്ടിൻ്റെ ടേംസിലാണ് ഈ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എക്സ് റേസ് ടു എം റേസ് ടു എക്സ്, എൽ റേസ് ടു വൈ, ജി റേസ് ടു ഇസഡ് എന്നായിരുന്നു എഴുതിയത്. അതിനെ ഡിറൈവ് ചെയ്ത് നമ്മൾ കിട്ടി ടി ഇസ് ഈക്വൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന്.